ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ഈവനിംഗ്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. വെൽക്കം ടു മൈ ചാനൽ ഗൈസ്. എന്തൊക്കെയുണ്ട്? സുഖമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. ബ്രൊമാൻസ് കണ്ടു. സിനിമയെ കുറിച്ചിട്ട് ഞാൻ പറയാം. അതിന് മുമ്പ് നമ്മുടെ അർജുന അശോകനെ കുറിച്ചിട്ട് പറഞ്ഞോട്ടെ. എനിക്ക് കുറച്ചായിട്ട് പറയണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അർജുന അശോകൻ നല്ല നടനാണ്. നല്ല നടനാണെന്ന് പറഞ്ഞാൽ പോരാ, നല്ല ഗംഭീര നടനാണ്. നല്ല പൊട്ടൻഷ്യലുള്ള ഒരു ഒരു നടനാണ്. പുള്ളിനെ ഇവിടെയുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കണം എന്ന് ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുകയാണ്. പുള്ളിനെ എക്സ്പ്ലോർ ചെയ്യണം. പുള്ളിക്ക് അങ്ങനെ നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം. അങ്ങനെ കിട്ടട്ടെ. മറ്റേ ബ്രഹ്മയുഗം തൊട്ടിട്ടാണ് ഞാൻ പുള്ളീനെ അങ്ങനെയൊക്കെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്. ബ്രഹ്മയുഗം തൊട്ടിട്ടെന്ന് പറഞ്ഞാൽ ബ്രഹ്മയുഗം കണ്ടപ്പോൾ മൂപ്പരെ ഞാനിങ്ങനെ വാച്ച് ചെയ്യുകയാണ്. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു അത്. സിനിമ കണ്ടവരല്ലേ നിങ്ങൾ? ബ്രഹ്മയുഗം കണ്ടവരല്ലേ? അതിൽ പുള്ളിയുടെ പെർഫോമൻസ് അജാതി പെർഫോമൻസ് ആയിരുന്നു. അതായത് പുള്ളിയുടെ ആ ഒരു പൊട്ടൻഷ്യൽ അതിൻ്റെ അകത്ത് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിൽ ഗംഭീര പെർഫോമൻസിന് ശേഷം പിന്നെ പുള്ളി സിനിമകൾ ചെയ്ത സിനിമകളിലൊക്കെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ ബ്രഹ്മയുഗത്തിൽ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടുകൊണ്ടാണെന്ന് തോന്നുന്നു, പുള്ളിനെ എന്തോ അതിന് ശേഷം വേറെ റേഞ്ചിൽ കൊണ്ടുപോകുന്ന രീതിയിലൊന്നും അങ്ങനെ ആരും ഉപയോഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നണില്ല. അങ്ങനെ ഉപയോഗിച്ച് കാണുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് പറയുന്നത്. അങ്ങനെ ഉപയോഗിക്കുന്നത് കാണുന്നില്ല. അപ്പോൾ ഇനിയെങ്കിലും അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ പുള്ളി മോശമായി എന്നല്ല പറയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ റൊമാൻസിലെ കാര്യം പറയുകയാണെങ്കിൽ തുടക്കമൊക്കെ പുള്ളി വളരെ ശാന്തമായിട്ട് പോകുന്നൊരു ക്യാരക്ടറാണ്. ലൈക്ക് ഒരു ഇൻട്രോവേർട്ട് കൈൻഡ് ഇങ്ങനെ സൈലൻസ് ഇങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണ്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അവസാനമൊക്കെ എത്തുന്ന സമയത്ത് ആ സാഹചര്യമൊന്നും ഞാൻ പറയുന്നില്ല. അവസാനമൊക്കെ എത്തുന്ന സമയത്ത് മൂപ്പര് ട്രാക്ക് മാറും. അവിടെ പുള്ളി നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല വൈബായിരുന്നു. മൂപ്പര് കാണുമ്പോൾ തന്നെ ഒരു നല്ല രസമാണ്. നല്ല വൈബിൽ മൂപ്പര് ഹെവി ആയിട്ട് മൂപ്പര് പെർഫോം ചെയ്തിട്ടുണ്ട്. അയ്യോ, ലൗഡായിട്ട് മറ്റേ ഡാൻസ് കളികളൊക്കെ നല്ല രസമാണ്. പവറായിട്ട് മൂപ്പര് വരും. അതായത് അത്ര നേരം നമ്മൾ കണ്ട പോലത്തെ ഒരു അർജുന അശോകനെ ആയിരിക്കില്ല അവസാനമൊക്കെ ആവുന്ന സമയത്തുള്ളൊരു അർജുന അശോകൻ. മൂപ്പര് നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി. ലൈക്ക് ഇതിൽ നല്ല ക്യാരക്ടറാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ബ്രഹ്മയുഗത്തിന് ശേഷം മൂപ്പരെ ആസ് ആൻ ആക്ടർ ഒന്ന് കാണും. ബ്രഹ്മയുഗത്തിൽ ആ ഒരു പൊട്ടൻഷ്യൽ എല്ലാവരും കണ്ടതല്ലേ. അതേ രീതിയിൽ നല്ല ഒരുപാട് അഭിനയ പ്രാധാന്യമുള്ള സാധനങ്ങളൊക്കെ മൂപ്പരെ തേടി വരണം. മൂപ്പര് അങ്ങനത്തെ സിനിമകൾ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത്രയും ഇഷ്ടമാണ് അർജുന അശോകനെ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. സോ ഞാൻ അതുകൊണ്ട് പറഞ്ഞതാണ്, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. ഇനി നമുക്ക് റൊമാൻസിനെ കുറിച്ചിട്ട് സംസാരിക്കാം. ഇത്രയും സംസാരിച്ചില്ലെങ്കിൽ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ റൊമാൻസ് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ രസമാണ്, ഇങ്ങനെ കണ്ടിരിക്കാം. ഒരു തവണ കണ്ടുകൊണ്ടിരിക്കാനുള്ള ഐറ്റമൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു. അത് ഗംഭീര ഭീകര സിനിമ എന്നൊന്നും ഞാൻ ആക്ച്വലി പറയുന്നില്ല. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുമില്ല റൊമാൻസ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നിയത്, ടെക്നിക്കലി ടേം ഒന്നും പറയാൻ അറിയില്ല, ബട്ട് വിഷ്വലി നല്ല രീതിയിൽ അവർ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ബോറടിപ്പിക്കാതെ നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നമുക്ക് അത്യാവശ്യം ആസ്വദിച്ചൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഇതിലിപ്പോൾ തമാശ എന്ന് പറയുമ്പോൾ ആരും പ്രേമലൊന്നും എക്സ്പെക്ട് ചെയ്ത് പോകരുത് കേട്ടോ. പ്രേമം എന്ന് പറയുന്നത് വേറെ റേഞ്ചിലൊക്കെ സിനിമ, ഔട്ട് ആൻഡ് ഔട്ട് കോമഡിയാണ്. ഓരോ എത്ര മൊമെൻറ്റ്സ് അതിൻ്റെ അകത്ത് സമ്മാനിച്ചു. അത് തുടങ്ങുന്നിട്ട് അവസാനം വരെ ചിരിയായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇതിൻ്റെ അകത്ത് തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ തമാശകളൊക്കെ പേഴ്സണലി എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. പക്ഷേ ഒരു മുഴുനീള തമാശയൊന്നും പ്രതീക്ഷിച്ചിട്ട് ഇതിൻ്റെ അകത്ത് പോകരുത്. ഇതിൻ്റെ അകത്തും ചില മൊമെൻറ്റ്സ് ആക്ച്വലി ഉണ്ട്. അതൊക്കെ നല്ല രീതിയിലൊക്കെ ആക്ച്വലി വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഒരിക്കലും ഒരു മോശ സിനിമയല്ല. ഞാൻ എന്താ പറയുക, ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സിനിമ, ഇന്നലെയാണല്ലോ ഇറങ്ങിയത്, ഇന്നാണ് ഞാൻ പോയിട്ട് കാണുന്നത്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ റിവ്യൂസ് കേൾക്കണ്ട അറിയണ്ടെന്ന് വിചാരിച്ചാലും സോഷ്യൽ മീഡിയയാണ്. നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലൊക്കെ ഈ സിനിമയെക്കുറിച്ചിട്ട് ആൾക്കാരുടെ മിക്സഡ് അഭിപ്രായം കാര്യങ്ങളൊക്കെ കേൾക്കും. അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ മോശമാണ് അല്ലെങ്കിൽ ഇങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ പലതരത്തിലൊക്കെ കാണാനൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്ക് പേഴ്സണലി തോന്നിയപ്പോൾ മോശം എന്ന് പറഞ്ഞ ആൾക്കാർ ഓക്കെ, അത് അവർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാകും. ബട്ട് ആസ് എ പ്രേക്ഷകൻ എനിക്കിത് കണ്ടപ്പോൾ അങ്ങനെ എനിക്കിത് അത്ര മോശമായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. ഇങ്ങനെ കണ്ടിരിക്കാവുന്ന ഒരു വൺ ടൈം വാച്ചബിൾ സാധനമായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത്. നല്ല രീതിയിൽ അവർ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈബാണ്. ഇപ്പോൾ പടം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു പാട്ടൊക്കെ ഉണ്ട്. അത് തന്നെ നല്ല കിടിലം വൈബായിരുന്നു. ആ പാട്ടൊക്കെ നല്ല ഗംഭീര വൈബായിരുന്നു. ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്ന പാട്ടുകളൊക്കെ നല്ല ഗംഭീരമായിരുന്നു. അതൊക്കെ നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ടെക്നിക്കലി എനിക്ക് പറയാൻ അറിയില്ല. പക്ഷെ ഇത് വിഷ്വലി മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല രസം, ഇങ്ങനെ ഇരിക്കുക കണ്ടിട്ട്. ഒരുപാട് ചിരിക്കാനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നമുക്കിങ്ങനെ കണ്ടിരിക്കാം ചില സാധനങ്ങളൊക്കെ ഇതിൽ. പിന്നെ അടുത്തൊരു ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് പറയേണ്ടത് നമ്മുടെ മറ്റേ അമൽ ഡേവിസ്. ഇതിൽ ഹരിഹര സുധൻ എന്നാണ് പേര്. മൂപ്പര് നല്ല രസമാട്ടോ. ലൈക്ക്
ഭയങ്കരമായിട്ട് അഭിനയിച്ച് തകർത്തു എന്നല്ല പറയുന്നത്. പക്ഷേ മൂപ്പരുടെ ചില മാനറിസംസ്, പുള്ളിയുടെ ചില ടൈമിങ്ങിൽ പറയുന്ന സാധനങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ചിരി വരും. അത് നല്ല രീതിയിൽ എനിക്ക് വർക്ക് ആയിട്ടുണ്ട് മൂപ്പരുടെ പെർഫോമൻസ്. അതേപോലെ തന്നെ നമ്മുടെ മാത്യൂസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മാത്യൂസിൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് പേഴ്സണലി ഓക്കെ ആയിട്ടാണ് തോന്നിയത്. കാരണം ഇതിനകത്ത് പുള്ളി ഭയങ്കര ദേഷ്യക്കാരനാണ്. ഭയങ്കര ദേഷ്യമൊക്കെ വന്നിട്ട് മൂപ്പര് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ഒരു ആളാണ്. ചില ആൾക്കാർക്കെങ്കിലും കണ്ട് ഞാൻ എന്തൊരു ഓവറാണ്, അലമ്പാണ്, ക്ലീശയാണെന്നൊക്കെയുള്ള രീതിയിൽ തോന്നാനുള്ള സാധ്യതകൾ മേ ബി ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇത് എനിക്ക് ഉറക്കായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇപ്പോൾ വളരെ സീരിയസ് ആയിട്ടൊക്കെ ദേഷ്യപ്പെട്ടിട്ടുള്ള രീതിയിലൊക്കെ അഭിനയിക്കാം. പക്ഷേ അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയുടെ മൊത്തത്തിലുള്ളൊരു ജോണർ അവർ ഉദ്ദേശിച്ചത് എന്താണ്, ഒരു തമാശ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വേറൊരു മൂഡാണ്, വേറൊരു വൈബാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേഷ്യം എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ടൊക്കെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു മൂഡ് നഷ്ടപ്പെടും. സീരിയസ് ആയിട്ട് ദേഷ്യപ്പെട്ടെ ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂപ്പരുടെ ദേഷ്യം പരിപാടിയൊക്കെ കാണുന്ന സമയത്ത് ചില മൊമെൻറ്റ്സിൽ നമുക്ക് ചിരിയും വരുന്നു എന്നുള്ളൊരു സാധനം ആക്ച്വലി ഉണ്ട്. ഓവറാണ്, മനസ്സിലായില്ല, ആ ക്യാരക്ടർ ഓവറാണ്, ദേഷ്യം ഓവറാണ്, എല്ലാം ഓവറാണ്. പക്ഷെ ആ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ അതിനെ നോക്കി കാണുന്ന സമയത്ത് എനിക്ക് ആ ഒരു ക്യാരക്ടർ വർക്കായിട്ടുണ്ട്. മൂപ്പര് നല്ല രീതിയിൽ ചെയ്ത പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ നമ്മുടെ ഷാജോൺ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൂപ്പരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മൂപ്പരുടെ പരിപാടി ഒരുപാടൊന്നും ചെയ്യാനില്ല, മനസ്സിലായില്ല, ഞാൻ അതാ പറയുന്നത്. ഒരുപാടൊന്നും ചെയ്ത് അങ്ങനെ കൂട്ടി ഭയങ്കര സംഭവമാക്കാനൊന്നുമില്ല. പക്ഷെ എന്നാലും കൊടുത്ത സാധനങ്ങളൊക്കെ അവർ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാജോൺ ചേട്ടനാണെന്നുണ്ടെങ്കിൽ നൈസായിട്ടുണ്ട്. പിന്നെ നമ്മുടെ മഹിമ നമ്പ്യാർ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാവരും കൂടി നടന്നു വരുന്ന സീനിൽ ഇവർ നടുവിൽ നിന്നിട്ട് ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ തന്നെ എന്തൊരു ചന്താണ് കാണാൻ. ആഹാ, ബ്യൂട്ടിഫുൾ ലേഡി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഭംഗിയും ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ അവരുടെ പെർഫോമൻസ് നൈസായിട്ടുണ്ട് കേട്ടോ. ചിരിക്കാനുള്ള വകുപ്പ് അവരും ഉണ്ടാക്കി തന്നിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. അവരിടയ്ക്ക് മറ്റേ കാസർഗോഡ് ഭാഷയൊക്കെ പറയുന്ന കേൾക്കാനൊക്കെ നല്ല രസമാണ്. ഇതിൽ മാത്യൂസിനെ ചീത്ത വിളിക്കുന്ന സീനൊക്കെ ഉണ്ട് ഫസ്റ്റ്. അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഫസ്റ്റ് മറ്റേ ഒരു ഡോക്ടറാണ്. അപ്പോൾ എന്താണ്, ഒരു കാണാൻ വേണ്ടി പോകുന്നൊരു സീനുണ്ട്, അർജുന അശോകനും മാത്യൂസും കാണാൻ വേണ്ടി പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. ആ സീൻ നല്ല രസമായിരുന്നു, കോമഡി ആയിരുന്നു. ഇതിൽ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്നൊരു കോൺവെർസേഷൻ ഉണ്ട്. അതിൽ ഇവനും ചൂടാവും, അവർ തിരിച്ചു ചൂടാവുന്നൊരു സീനുണ്ട്. മഹിമ തിരിച്ചു ചൂടാവുന്ന സമയത്ത് പൊടാ പതി ഇതൊക്കെ വിളിച്ചിട്ട് അതൊക്കെ നല്ല രസമായിരുന്നു. അവർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായി. ചില മൊമെൻറ്റ്സ് ഉണ്ട്. ഇപ്പം പ്രേമലുവിൻ്റെ അത്ര ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടെന്നല്ല പറയുന്നത്, ഇതിൻ്റെ അകത്ത് മൊമെൻറ്റ്സ് ആക്ച്വലി ഉണ്ട്. ഉള്ള മൊമെൻറ്റ്സ് അവർ നന്നായിട്ട് ആക്ച്വലി ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ അവർ എടുത്ത് വെച്ചിട്ടുണ്ട് സിനിമ. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നത്, ഒരു ഗംഭീര സിനിമ എന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒട്ടിച്ചിരിച്ച് അല്ലെങ്കിൽ അട്ടഹസിച്ച് തിയേറ്റർ മൊത്തം കുലുങ്ങി എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു തവണ കാണാനുള്ള ഒരു സ്റ്റഫ് ആക്ച്വലി ഉണ്ട്, മനസ്സിലായില്ലേ. ഒരു അബവ് ആവറേജ് ഫിലിമായിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിലിപ്പോൾ പലരുടെയും പെർഫോമൻസ് ആയിക്കോട്ടെ, വിഷ്വലി എടുത്തു വെച്ചിരിക്കുന്ന ഒരു രീതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ എന്നെ മടുപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നെ ബോറടിപ്പിച്ച് പണ്ടടക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറ്റിയില്ല എന്ന് പറയും. പക്ഷേ ഇതങ്ങനെ എനിക്കൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഒരു ആവറേജ് സാധനമുണ്ട്. ഒരു വൺ ടൈം കണ്ടിരിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ടെക്നിക്കലി എനിക്ക് ടേം പറയാൻ അറിയില്ല. ഇതിൽ കണ്ടിരിക്കാൻ, അതായത് മോശമാവാൻ സാധ്യത ഉണ്ടായിരുന്നു, ഇത് ചളമായിരുന്നു, കുളമായിരുന്നു, വൃത്തികേടാവാൻ സാധ്യത ഉണ്ടായിരുന്നൊരു സിനിമയാണ്. അതിൻ്റെ കഥ വെച്ചിട്ടാണ് പറയുന്നത്. അതിന് വലിയ കഥ ഗംഭീര സാധനമൊന്നും അല്ലല്ലോ. അത് എടുത്തു വെക്കുന്ന രീതിയിലൊക്കെ പാളിപ്പോയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമ്മളെ മട്ടിപ്പിച്ച് പണ്ടാറടക്കി വളരെ വളരെ മോശം എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പറയാനുള്ള സാഹചര്യം ഉണ്ടാവുമായിരുന്നു. പക്ഷേ പല ഘടകങ്ങൾ കൊണ്ടും അത്തരത്തിൽ അവർ മോശമാക്കിയില്ല. അത് ആ ഒരു മേക്കിംഗ് കൊണ്ടും പലരുടെയും പെർഫോമൻസ് കൊണ്ടും ഒക്കെ പിടിച്ചു നിന്നതാണത് എന്ന് പറയേണ്ടി വരും. പിന്നെ നമ്മുടെ ശ്യാം നല്ല പുള്ളിയുടെ പേര്, പുള്ളി അതിൻ്റെ അകത്ത് ഒരു പരിപാടി മെയിനായിട്ടുള്ള റോള് തന്നെയാണ്. ഒരുപാടുണ്ട് എന്നല്ല പറയുന്നത്, പക്ഷെ മൂപ്പരും കൊടുത്ത സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ താടിയൊക്കെ വെച്ചിട്ട് മറ്റേ അർജുൻ റെഡ്ഡി ലെവലിലൊക്കെ വരേണ്ട ഒരു ചങ്ങാതി ഉണ്ട്. മൂപ്പരും നല്ല അടിപൊളിയായിട്ടുണ്ട്, മൂപ്പരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ പുള്ളിയുണ്ട്, മൂപ്പര് രസമുണ്ട് കേട്ടോ. മറ്റേ RDXൽ ഡാൻസർ, അയ്യോ അയാളുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. ആൾ പെടയാണ്, അയാളുടെ ലുക്കും പെടയാണ്. അയാൾക്ക് കൊടുത്ത സാധനം അയാൾ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എനിക്ക് ബ്രൊമാൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഓവറോള് താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക, അല്ലെങ്കിൽ കാണണ്ട. ടോട്ടലി ആളുകൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. റിവ്യൂസൊക്കെ കണ്ട് തീരുമാനം എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പലരും പലതും അല്ലേ പറയണേ. 3 പടം അടുപ്പിച്ചിറങ്ങി, പൈങ്കിളി, ബ്രൊമാൻസ്, ദാവീദ്, ഇത് ഏത് കാണില്ലേ. ഡെസിഷൻ എടുക്കണമെങ്കിൽ ആളുകളുടെ റിവ്യൂസ് ആൾക്കാർ ആശ്രയിക്കുന്നുണ്ടാവും. പലരും പലതും പറയുന്നതുകൊണ്ട് ആളുകൾ ടോട്ടലി കൺഫ്യൂസ്ഡ് ആണ്. ബട്ട് ഇതിപ്പോൾ 2ാം ദിവസമാണ് ഞാൻ ഈ ബ്രൊമാൻസ് കാണാൻ വേണ്ടി പോകുന്നത്. അത്യാവശ്യം നല്ല ആളുകളുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു തിയേറ്റർ എന്ന് തന്നെ പറയാം. അത് രസമാണ്. ഒരുപാട് ആളുകളെ ഒരു സിനിമ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കാണാൻ വേണ്ടി വരിക എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വൈബാണ്. എന്താ പറയുക, പടം മോശമാണെന്നുണ്ടെങ്കിൽ അത് വേറെ റിസൾട്ട്. പക്ഷേ ഫസ്റ്റ് നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരുപാട് ആളുകളെ കാണുമ്പോൾ ഒരു വൈബാണ്.
ഇപ്പോഴത്തെ പിള്ളേരുടെ സിനിമകളൊക്കെ ആളുകൾ വന്ന് കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഇഷ്ടം എന്നുള്ളതിനെക്കാട്ടിലും ഉപരി എന്തൊക്കെയൊക്കെ ഒരു വിശ്വാസമൊക്കെ ആയിട്ടാണ് പലരും സിനിമ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. പ്രേമലുവിനൊക്കെ പ്രായമൊന്നും ഒരു വിഷയമായിരുന്നില്ല. ഫസ്റ്റ് ഈസൊക്കെ യങ്സ്റ്റേഴ്സാണ് കൂടുതൽ വന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്താണ് പറയുക, അങ്ങനെ പ്രായമൊന്നുമില്ല, പല പ്രായത്തിലുള്ള ആളുകളൊക്കെ വന്ന് കാണുന്നുണ്ട്. അവരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട് പ്രേമലു. അപ്പോൾ അതിനൊക്കെ ശേഷം എനിക്ക് തോന്നുന്നു ഈ സിനിമയ്ക്കും ആളുകൾ അങ്ങനെ പല പ്രായക്കാരും ഒക്കെ വന്നൊക്കെ ഇരുന്ന് കാണുന്നുണ്ട്. അവർ ഈ സിനിമ എൻജോയ് ചെയ്തോ അല്ലെ വല്ലതൊന്നും എനിക്കറിയില്ല. ബട്ട് ഞാൻ വന്നിരുന്നു എന്ന് പറഞ്ഞതാണ് കാണാൻ ആളുകളെ. അപ്പോൾ വീണ്ടും പറയുന്നു, ഒരു പ്രേമലു ലെവൽ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി പ്രതീക്ഷിച്ചിട്ട് ഈ ഒരു സിനിമ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോകരുത്. അങ്ങനെയുള്ള ഒരു സെറ്റപ്പേ അല്ല, കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ മുഴുനീളമായിട്ട് ചിരിക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കി തന്നിട്ടില്ല. ഞാൻ തുറന്നു പറയാം, ഞാനാണെങ്കിലും മുഴുനീളം തീർന്ന് ചിരിച്ച് കണ്ട സിനിമയൊന്നുമല്ല. ബട്ട് മൊമെൻറ്റ്സ് ഉണ്ട്, നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. രസമാണ് ഇങ്ങനെ കണ്ടിരിക്കാൻ. ഒരു തവണ കണ്ടിരിക്കാനുള്ള സാധനമുണ്ട്. രണ്ടാം തവണ പ്രേമലൊക്കെ നമുക്ക് രണ്ടാം തവണ മൂന്നാം തവണയൊക്കെ കാണാൻ തോന്നിയിട്ട് ഞാൻ പോയി കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ട് അങ്ങനെ ഇതാക്കാനൊന്നുമില്ല. ഒരു തവണ നമുക്ക് സുഖമായിട്ട് കണ്ടിരിക്കാം എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. എൻ്റെ എക്സ്പീരിയൻസാണ് ഞാൻ പറയണം. അപ്പോൾ ഇത്രേ ഉള്ളൂ പറയാൻ. അർജുൻ അശോകൻ്റെ ആയിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഞാൻ ഇഷ്ടം കൊണ്ട് പറയണത് കേട്ടോ. അർജുൻ അശോകൻ്റെ കേസിൽ ഇതിൽ നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല പൊട്ടൻഷ്യലുള്ള നടനാണെന്നേ. അയാൾ സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകനും സിദ്ധാർത്ഥ് ഭരതനൊക്കെ നല്ല പൊട്ടൻഷ്യലുള്ള ആക്ടേഴ്സാണ്. അവരെ നന്നായി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗംഭീരമായിട്ടുള്ള രീതിയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രേ പറയാനുള്ളൂ. റൊമാൻസ്. ബൈ ബൈ.